ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമ കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ തന്നെ പറയാം, ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമയിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. സിനിമയെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ആക്കുക. സോ ഗൈസ്, സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടോം ഹോളണ്ട് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന 4ാമത്തെ സ്പൈഡർമാൻ സിനിമയാണിത്. ഏകദേശം 2 മണിക്കൂർ 25 മിനിറ്റാണ് ഈ സിനിമയുടെ റണ്ണിംഗ് ടൈം. നോ വേ ഹോം എന്ന സിനിമയുടെ സംഭവങ്ങൾക്ക് ശേഷം 4 വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു വലിയ ടൈം ജമ്പ് തന്നെയാണ് ഈ സിനിമയിലുള്ളത്. സോ ഗൈസ്, നമുക്കിനി സിനിമയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സിലേക്ക് പോകാം. അതിൽ ആദ്യം തന്നെ ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ പറയാം, കാരണം വളരെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ഈ സിനിമയിലുള്ളൂ. ഒന്ന്, ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആണെന്ന് തന്നെ പറയാം. അതിലെടുത്ത് പറയേണ്ടുള്ളത് സിനിമാറ്റോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമാണ്. നല്ല കിഡിലനായിട്ടുള്ള പല സീൻസ് ഈ സിനിമയിലുണ്ട്. അതിനെ എലിവേറ്റ് ചെയ്യുന്ന മ്യൂസിക് ആയാലും ഉണ്ട്. അതുകൊണ്ട് അതൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ സിനിമയുടെ 3D ആണ്. ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച 3D സിനിമയാണത്. ഞാൻ ഈ സിനിമ കണ്ടത് നമ്മുടെ എടപ്പള്ളിയിലുള്ള വനിത വിനിത തിയേറ്ററിൽ നിന്നാണ്. അവിടുന്ന് കിട്ടിയ ആ 3D എക്സ്പീരിയൻസും ആ വിഷ്വൽ എക്സ്പീരിയൻസും അതിഗംഭീരമായിരുന്നു. സോ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നെഗറ്റീവിലേക്ക് പോകാം. നെഗറ്റീവിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ സിനിമ കാണുന്നത് കൊണ്ട് ഇതൊരു സ്പൈഡർമാൻ മൂവിയാണ്, അഫ്കോഴ്സ് ഒരു മാർവൽ സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈപ്പ് ഒരുപാടുണ്ടാവും. എത്രത്തോളം ഹൈപ്പ് ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ആകെ കണ്ടിട്ടുള്ളത് ഈ സിനിമയുടെ 2 വീഡിയോസാണ്. ഒന്ന്, ഈ സിനിമയുടെ ഫസ്റ്റ് വീഡിയോ ആയ ടോം ഹോളണ്ട് കോസ്റ്റ്യൂം സൂട്ട്, അതായത് ഈ സ്പൈഡർമാൻ സൂട്ട് റിവീൽ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതും പിന്നെ സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള ഫസ്റ്റ് ട്രെയിലർ. ഈ 2 വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നീടുള്ള ബാക്കിയുള്ള വീഡിയോസായിട്ടുള്ള 2 ട്രെയിലർ വീഡിയോസും പിന്നെ കുറച്ച് ക്ലിപ്സ് ഇൻസ്റ്റഗ്രാമിലായാലും അവിടെയൊക്കെയുള്ള ക്ലിപ്സ് കണ്ടത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർവൽ ഇതിനു മുമ്പ് ചെയ്ത അതേ പരിപാടി ഇതിലും ചെയ്തിട്ടുണ്ട്. വളരെ മോശം മാർക്കറ്റിംഗ്. അനാവശ്യമായിട്ട് ഈ സിനിമയിലുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനുകൾ ട്രെയിലറിൽ കാണിച്ചു കഴിഞ്ഞു. സോ ഇത് എല്ലാ ട്രെയിലറും എല്ലാ ക്ലിപ്സും കണ്ടിട്ടാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെക്കാളും ഡിസപ്പോയിൻറ്റഡ് ആവാനാണ് ചാൻസ്. കാരണം ആ വീഡിയോസിലുള്ളതിനേക്കാൾ കൂടുതൽ ഒന്നും ഈ സിനിമയിൽ അധികമായിട്ടില്ല. വളരെ കുറച്ച് സീൻസേ ഉള്ളൂ. അതും വളരെ ഇമ്പാക്റ്റ് ഇല്ലാത്ത സീനുകളാണ്. അതൊക്കെ ഇമ്പാക്റ്റ് ഉള്ള എല്ലാ സീൻസും ട്രെയിലറിലും ടീസറിലും ക്ലിപ്സിലായിട്ട് മാർവൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അത് വീണ്ടും മാർവലിൻ്റെ ഒരു മോശം മാർക്കറ്റിങ്ങിനെ സൂചിപ്പിക്കുന്നു. സിനിമയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് സിനിമയുടെ കഥ തന്നെയാണ്. സിനിമയുടെ കഥ ഫോക്കസ് ചെയ്യുന്നത് സ്പൈഡർമാനാണ്. അഫ്കോഴ്സ് ഇതൊരു സ്പൈഡർമാൻ സിനിമയാണല്ലോ. പക്ഷേ സ്പൈഡർമാന് നമുക്കറിയാം ഡുവൽ ലൈഫാണുള്ളത്. ഒന്ന് സ്പൈഡർമാൻ്റെ ലൈഫുണ്ട്, പീറ്റർ പാർക്കറിൻ്റെ ലൈഫുണ്ട്. ഇതിൽ പീറ്റർ പാർക്കറുടെ ലൈഫ് ഒരു ഇമോഷണൽ ജേർണിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ ഒരു ജേർണി അതെനിക്ക് വളരെയധികം ക്ലിക്കായി, വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടെ പ്രശ്നം പറ്റിയിരിക്കുന്നത് സ്പൈഡർമാൻ്റെ ജേർണിയാണ്. സ്പൈഡർമാൻ്റെ ജേർണി സിനിമയുടെ തുടക്കത്തിൽ വളരെ എക്സൈറ്റ്മെൻറ്റ് തരുന്ന പല ചേഞ്ചസും കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമയുടെ കഥ മുന്നോട്ട് പോകുമ്പോൾ ആ ചേഞ്ചസിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ, പ്രത്യേകിച്ചും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അവിടെ ഇവിടുന്നൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്ന് വളരെ മോശം റൈറ്റിങ്ങും വളരെ ഇമ്പാക്റ്റ്ഫുൾ അല്ലാത്ത സീൻസൊക്കെ കാണിച്ചിട്ടാണ് ആ ചേഞ്ചസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിൻ്റ് വളരെ വലിയൊരു വീക്ക്നെസ് ആയിട്ട് തന്നെ പറയാം. അതുപോലെ തന്നെ മറ്റു വീക്ക്നെസ്സാണ് മാർവൽ സിനിമാസ് നേരിടുന്നത് താനോസിന് ശേഷം മാർവലിൽ ഒരു നല്ല വില്ലൻ ഇല്ല എന്നുള്ളത്. അത് ഈ സിനിമയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സിനിമയിലെ വില്ലൻ എന്ന് പറയുന്നത് ഒരു വില്ലെന്ന് പോലും പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. മാത്രമല്ല വില്ലൻ്റെ മോട്ടിവേഷൻ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ സീനൊക്കെ ഭയങ്കര ക്രിഞ്ചി ആയിട്ടുള്ള സ്റ്റഫാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഓവറോൾ നോക്കുമ്പോൾ ഒരു അണ്ടർവെൽമിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ടതിന് ശേഷം ഇനി സ്പൈഡർമാൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് വരാനുള്ളത്, അതിൽ എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും ഈ സിനിമയുടെ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അതും ഒരു വലിയ പോരായ്മയാണ്. സിനിമയുടെ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, മാർവൽ സ്ഥിരം കാണിക്കുന്ന പരിപാടി ഇതിലും കാണിച്ചിട്ടുണ്ട്. മറ്റ് മെയിൻ കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ട് അവരെ കോമാളികളാക്കിയിട്ട് വിട്ടിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. കാരണം അവർ ഈ സിനിമയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ആൾക്കാരാണ്. മാത്രമല്ല അവർക്ക് കൊടുത്തിരിക്കുന്ന സീൻസ് ആയാലും അത് വളരെ ശോകമായിട്ടുള്ള സീൻസാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എക്സൈറ്റഡ് ആയിട്ടുള്ള അധികം സീൻസൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവന്നത് ഇത് ഈ സിനിമയ്ക്ക് ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഗൈസ്, ഇതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഓവറോൾ ആയിട്ട് തോന്നിയ സംഭവം. ഒരു ആവറേജ് സെറ്റപ്പിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ ഈ സിനിമയിൽ. കാരണം സിനിമയുടെ തുടക്കം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഹൈ ലെവൽ പീക്കിൽ, അതായത് നോ വേ ഹോമിൻ്റെ പീക്കിലേക്ക് തന്നെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടൻറ്റ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ ഇതിൻ്റെ സ്റ്റോറി വളരെ ഗ്രൗണ്ടഡ് ആക്കി. മാത്രമല്ല ക്ലൈമാക്സ് വരുമ്പോൾ
ഭയങ്കര ശോകമായിട്ട് അത് ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സിനിമയുടെ പേസിങ് നോക്കുവാണെങ്കിൽ തന്നെ സിനിമ തുടക്കത്തിൽ വളരെ ഫാസ്റ്റിലാണ് പല സംഭവങ്ങളും നടക്കുന്നത്. പക്ഷേ സിനിമയുടെ നടുക്ക് ഒരു മിഡ് വേ ഒക്കെ അല്ലെങ്കിൽ ക്ലൈമാക്സ് എത്തുന്നതിന് മുമ്പൊക്കെ കുറച്ച് ലാഗ് സിനിമയ്ക്കുണ്ട്. അതിനുശേഷം ക്ലൈമാക്സിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഇമ്പാക്റ്റ്ഫുൾ അല്ലാത്ത ഒരു സംഭവമാണ്. അതിലൊരു സംഭവം എനിക്ക് പറയാൻ ഞാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ഫൈറ്റാണ്. ഒരുപാട് കിടിലൻ ഫൈറ്റ് സീനുകൾ ഈ സിനിമയിലുണ്ട്. പക്ഷേ നല്ല കിടിലൻ ഫൈറ്റ് സീനുകളെല്ലാം ഒട്ടും ഇമ്പാക്റ്റ്ഫുൾ അല്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ്. നമുക്ക് ഈ സിനിമയിൽ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരായിട്ടുള്ള ഫൈറ്റൊക്കെ വളരെ ഷോർട്ടും മാത്രമല്ല ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാത്ത ഫൈറ്റുമാണ്. പ്രത്യേകിച്ചും ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ നോക്കുമ്പോൾ ക്ലൈമാക്സിൽ ഒരു വളരെ 1-2 കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡുള്ള ഒരു ഫൈറ്റ് സീനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇമോഷണൽ ജേണിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആ ഒരു എൻഡ് പഞ്ച് ഉണ്ടല്ലോ, ഭയങ്കര ശോകമായി പോയി. ഓവറോൾ സ്റ്റോറി ശോകമായി വന്നെങ്കിലും ആ എൻഡിങ്ങിൽ ഒരു പഞ്ച് കൊണ്ടുവരാൻ സാധിച്ചായിരുന്നെങ്കിൽ എനിക്കൊന്നും കൂടി ഈ സിനിമ ഇഷ്ടപ്പെട്ടേനെ. സോ ഗൈസ്, ഇതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ. അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് ജോൺ ആലൻ ജോസ് സൈനിങ് ഓഫ്.